നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിഷാദരോഗത്തിനും ഉത്കണ്ഠയ്ക്കുമുള്ള പുതിയ മരുന്ന് കണ്ടുപിടിച്ച് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. രാവിലെ കൂടുതൽ ആഹാരം കഴിക്കുന്നത് പൊണ്ണത്തടി കുറയ്ക്കാനാകുമെന്ന് ആരോഗ്യമേഖലയിലെ വിദഗ്ധർ. ഗർഭാവസ്ഥയിൽ വൈറ്റമിൻ ഇയുടെ കുറവ് അനുഭവപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തിൽ വ്യതിയാനമുണ്ടാകുന്നുവെന്ന് പഠനം. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. വിഷാദരോഗത്തിനും ഉത്കണ്ഠയ്ക്കുമുള്ള മരുന്ന് കണ്ടുപിടിച്ച് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. 2-ഓക്സസ്പൈറോ 5.4 ഡിസൈൻ 3 എന്നാണ് ഈ മരുന്നിന് പേരിട്ടിരിക്കുന്നത്. നാഡീവ്യൂഹത്തിലാണ് ഈ മരുന്നുകൾ പ്രവർത്തിക്കുക. വിവിധ മൃഗങ്ങളിൽ പരീക്ഷിച്ച ഈ മരുന്ന് വിഷാദരോഗത്തിനും ഉത്കണ്ഠയ്ക്കും വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ പക്ഷാഘാതം പോലുള്ള ന്യൂറോ സൈക്യാട്രിക് രോഗങ്ങൾക്കും ഇത് ഫലപ്രദമാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. വിഷാദരോഗത്തിന് സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകളെ പോലെ പാർശ്വഫലങ്ങളോ വിഷാംശങ്ങളോ ഉള്ളതല്ല ഈ മരുന്ന് എന്നാണ് ശാസ്ത്രജ്ഞരുടെ വാദം. പഠന റിപ്പോർട്ട് സയന്റിഫിക് റിപ്പോർട്ട് എന്ന ജേർണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അടിയന്തര സ്ട്രോക്ക് ചികിത്സയും ആധുനിക രീതികളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്ട്രോക്ക് വിഭാഗം തലവൻ ഡോക്ടർ വിവേക് നമ്പ്യാറാണ്. ഡോക്ടർ, സ്വാഗതം ചർച്ചയിലേക്ക്. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ സ്ട്രോക്ക് എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ്? സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഇത് ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും നമ്മൾ ഹൃദ്രോഗത്തിന് നമ്മൾ കൂടുതൽ നിയന്ത്രണങ്ങളും ചികിത്സാ രീതികളും വരുന്നു. അത്രയും തന്നെ നമുക്ക് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതത്തിൻ്റെ ചികിത്സാ രീതിയിൽ മുന്നേറ്റങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ ഇത് ഏറ്റവും അധികം നമ്മൾ അവബോധം വളർത്തിയെടുക്കേണ്ട ഒരു രോഗമാണ്. കാരണം ഈ മസ്തിഷ്കാഘാതം വന്ന ഒരുപാട് പേർ പൂർണ്ണമായും കിടപ്പിലായി പോകുന്നു. നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 6 പേരിൽ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ്. ഡോക്ടർ, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സ്ട്രോക്കിലേക്ക് നയിക്കുന്നത്? സ്ട്രോക്കിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ നമ്മുടെ സാധാരണ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. അതായത് ഉയർന്ന രക്തസമ്മർദ്ദം, കൂടിയ പ്രമേഹം, കൊളസ്ട്രോൾ കൂടിയ അവസ്ഥ, പുകവലി സ്മോക്കിംഗ്, പിന്നെ മറ്റു ചില കാരണങ്ങളും. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദ്രോഗം ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ പലതും സ്ട്രോക്കിലേക്ക് നയിക്കാം. ഇതാണ് സാധാരണ സ്ട്രോക്കിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ. ഇതുകൂടാതെ വേറെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാം. ചെറുപ്പക്കാരിലുണ്ടാകുന്ന സ്ട്രോക്ക് മറ്റു പല അസുഖങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകാം. ഉദാഹരണമായി രക്തസംബന്ധമായ ചില അസുഖങ്ങൾ, നമ്മുടെ ശരീരത്തിൽ രക്തം കൂടിയ അവസ്ഥ, അതായത് നമ്മുടെ ഹിമോഗ്ലോബിൻ, അതായത് ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥ, അതിൽ നമുക്ക് ചിലപ്പോൾ രക്തത്തിൻ്റെ കട്ടി കൂടി നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകാം. പിന്നെ മറ്റു പല അസുഖങ്ങളും SLE, വാസ്കുലൈറ്റിസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ രക്തക്കൊള്ളുകൾക്കെതിരായി നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാകുന്ന ഒരവസ്ഥ, അതിനെ വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നു. ഇങ്ങനെ ആൻറ്റിബോഡികൾ മൂലമുണ്ടാകുന്ന ചില അവസ്ഥയിലും നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാം. ഇതുകൂടാതെ ചില യങ് ആയിട്ടുള്ള ആൾക്ക്, വളരെ ചെറുപ്പത്തിലുള്ള ആൾക്ക്, കുട്ടികൾക്കെല്ലാം സ്ട്രോക്ക് വന്നു. അത് ഉണ്ടാകാനുള്ള ഒരു കാരണം തലച്ചോറിലേക്കുള്ള രക്തക്കൊള്ളുകൾക്കുണ്ടാകുന്ന ക്ഷതം. ഉദാഹരണമായി നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയോ ഫുട്ബോൾ കളിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ബൈക്കിൽ നമ്മൾ മറിഞ്ഞു വീണ് കഴുത്തടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തക്കൊള്ളുകൾക്ക് കഴുത്തിൽ ക്ഷതം ഉണ്ടാകും. നമ്മൾ പുറത്തുനിന്നൊരടി കിട്ടുമ്പോൾ അകത്തെ രക്തക്കൊള്ളുകൾ ചിലപ്പോൾ ചീന്തിപ്പോവും. അങ്ങനെ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാം. അതിനാൽ നമുക്ക് ചെറിയ കാരണങ്ങൾ കൊണ്ട് കഴുത്ത് വേദന, അതിനോടനുബന്ധിച്ച് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായാൽ നമ്മൾ ഉടനെ ആശുപത്രിയെ സമീപിക്കണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്ട്രോക്കിനുണ്ടാകുന്ന കാരണങ്ങൾ. അപ്പോൾ ഈ സ്ട്രോക്കിന്റെ ഈ സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ലക്ഷണങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് സ്ട്രോക്ക് എത്ര വിധം എന്ന് അറിഞ്ഞെങ്കിൽ നന്നായിരിക്കും.
നമുക്ക് രണ്ട് തരത്തിലുള്ള സ്ട്രോക്കാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഒന്ന്, നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കൊള്ളുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ. അത് തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് രക്തം വ്യാപരിക്കാൻ ഇടവരുത്തുന്നു. ഇതിനെ നമ്മൾ ബ്ലീഡിംഗ് എന്ന് പറയുന്നു, അതായത് ഇൻട്രാ സെറിബ്രൽ ബ്ലീഡ്, അതായത് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നു. അത് രക്തസ്രാവം, അതായത് തലച്ചോറിലുണ്ടാകുന്ന ആന്തരിക രക്തസ്രാവം. ഇതുകൂടാതെ മറ്റൊരു തരത്തിലുള്ള സ്ട്രോക്കാണ് ഇഷ്കീമിക് സ്ട്രോക്ക്. അതായത് സാധാരണ നമ്മുടെ രക്തക്കൊള്ളുകളുണ്ടാകുന്ന ബ്ലോക്ക്, തലച്ചോറിലേക്ക് രക്തം പ്രദാനം ചെയ്യുന്ന രക്തക്കൊള്ളുകളുണ്ടാകുന്ന ബ്ലോക്ക് നിമിത്തം നമുക്ക് തലച്ചോറിന് രക്തം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അതുമൂലം തലച്ചോറിലെ ആ ഭാഗം ഏത് കുഴലാണോ ഏത് രക്തക്കൊഴലാണോ പ്രത്യേക രക്തക്കൊഴലാണോ അടഞ്ഞു പോയത് അത് രക്തം കൊടുക്കുന്ന ആ ഭാഗത്ത് തലച്ചോറിന് ക്ഷതം സംഭവിക്കുന്നു. ഇതിനെയാണ് ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രോക്കുകളുടെ മൊത്തം എടുത്തു നോക്കുമ്പോൾ ഏതാണ്ട് 80% നമുക്ക് ബ്ലോക്ക് ടൈപ്പ് സ്ട്രോക്കാണ്, അതായത് ഇഷ്കീമിക് സ്ട്രോക്കാണ്. അതായത് രക്തക്കൊള്ളുകൾ അടഞ്ഞു പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഏതാണ്ട് 20-30% വരെ ഉണ്ടാകുന്നത് രക്തക്കൊള്ളുകൾ പൊട്ടി ഉണ്ടാകുന്ന രക്തസ്രാവം, മസ്തിഷ്ക രക്തസ്രാവമാണ്. ഇത് രണ്ടും ഒരുപോലെ അപകടകരമാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ ഏതാണ്ടൊക്കെ തുല്യമാണ്, പക്ഷേ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ രക്തസ്രാവത്തിനായിരിക്കും കൂടുതൽ മരണനിരക്ക് കൂടുതൽ ആയി കാണപ്പെടുന്നത്. സ്വാഭാവികമായും ഒരു രക്തക്കൊഴൽ തലച്ചോറിനകത്ത് പൊട്ടുമ്പോൾ രക്തം പമ്പ് ചെയ്യപ്പെടുകയാണുള്ളത്. ഓരോ തവണ ഹാർട്ട് ഇടിക്കും തോറും രക്തം പമ്പ് ചെയ്ത് തലച്ചോറിനകത്ത് മൊത്തം രക്തം വ്യാപരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അത് കുറച്ചും കൂടിയും മാരകമായ ഒരു സ്ട്രോക്കാണ്. പ്രധാനമായും നമ്മൾ കാണുന്നത് ബ്ലോക്ക് ടൈപ്പ് സ്ട്രോക്കാണ്. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ, പലതരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് സ്ട്രോക്കിൽ നിന്നുണ്ടാവാം. എങ്കിലും നമ്മൾ ഏറ്റവും അധികം കാണപ്പെടുന്ന ലക്ഷണങ്ങൾ നമുക്ക് ഇങ്ങനെ ഓർക്കാം. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഉണ്ടാക്കിയ ഒരു ഷോർട്ട് ഫോമാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ആൾക്കാർക്ക് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ഏറ്റവും പെട്ടെന്ന് ചികിത്സ എടുക്കാനുള്ള ഒരു സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ ഫേസ്, അതായത് മുഖം നമ്മൾ ഒരു സൈഡിലേക്ക് കോടി പോവുക, മുഖത്തിൻ്റെ കോണ് ഒരു സൈഡിലേക്ക് കോടി പോവുക, അതാണ് ഫേസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കൈ പൊക്കുമ്പോൾ നേരെ നിർത്താൻ പറ്റാത്ത അവസ്ഥ, കൈയിൻ്റെ ബലക്കുറവുണ്ടാകുന്നു. അപ്പോൾ അത് നമുക്ക് എളുപ്പം അത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ സ്പീച്ച് എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവാം. ഒന്ന്, സംസാരത്തിൻ്റെ സ്ഫുടത നഷ്ടപ്പെടുന്നു. നമ്മൾ സംസാരിക്കുന്നത് ഒരു കള്ളു കുടിച്ച പോലെയോ അല്ലെങ്കിൽ ഒരു ഉറക്കത്ത് സംസാരിക്കുന്ന പോലെയോ മുറിഞ്ഞു പോകുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥ. രണ്ടാമത്, നമുക്ക് ഒട്ടും സംസാരമില്ലാത്ത അവസ്ഥ, അതായത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ആവശ്യമായ വാക്കുകൾ കിട്ടാത്ത അവസ്ഥ. അത് വേറൊരു ലക്ഷണം. അതായത് നമ്മൾ ഒരാളോട് ചോദിക്കുന്നു പേരെന്താണ് ചോദിക്കുമ്പോൾ അയാൾ നമ്മൾ വെറുതെ മിഴിച്ച് നോക്കുന്നു, അയാളൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. അതും സ്പീച്ചിലുള്ള സംസാരത്തിലുള്ളൊരു കുഴപ്പമാണ്. ഇത് നമ്മൾ അഫേസിയ എന്ന മെഡിക്കൽ ടേംസിൽ പറയും. ഇതും സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണമാണ്. ഉദാഹരണമായി നമ്മുടെ വീട്ടിനടുത്തോ നമ്മൾ തൊട്ടടുത്തോ ഒരാൾ കുഴഞ്ഞ് വീഴുകയോ പെട്ടെന്ന് ഒരു അസ്വസ്ഥനായി കാണപ്പെടുകയോ ചെയ്ത് ഉടനെ നമ്മൾ സാധാരണ ഒരാൾ വന്ന് പരിശോധിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് സ്ട്രോക്കിലേക്ക് സൂചിപ്പിക്കുന്നു. അപ്പം നമ്മൾ ഉടനടി ആംബുലൻസ് വിളിക്കുകയോ അദ്ദേഹത്തിനെ ഉടനടി അടുത്ത സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ കൊണ്ടുപോവുകയോ വേണം. ഇതിനാണ് നമ്മൾ ഈ ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഒരു കൈ കാലിലുണ്ടാകുന്ന കുഴച്ചൽ, സംസാരശേഷിയിലുണ്ടാകുന്ന മാറ്റം, ഇത്തരം കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കണം. ഇതുകൂടാതെ സ്ട്രോക്കിന് മറ്റ് പല ലക്ഷണങ്ങളും ഉണ്ടാവാറുണ്ട്. കാരണം അത് തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് ഇത് ബാധിക്കുന്നത് എന്നനുസരിച്ച് ഇതിൻ്റെ ലക്ഷണങ്ങൾ മറ്റ് പലതും ആവാം. ഉദാഹരണമായി നമുക്ക് ശക്തമായ തലകറക്കവും ഛർദിയും ഉണ്ടാവുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒന്ന് നോക്കുമ്പോൾ നമ്മൾ രണ്ടായി കാണുക, അതായത് അതിനെ നമ്മൾ ഡിപ്ലോപ്പിയ എന്ന് പറയുന്നു. നമ്മൾ ഒരാളെ നോക്കുമ്പോൾ നമുക്ക് രണ്ടാളായി കാണുന്നു. അതിനർത്ഥം നമ്മുടെ കണ്ണിൻ്റെ ചലനത്തിനുള്ള പേശികൾക്കുണ്ടാകുന്ന ബലക്കുറവാണ്. അത് സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണമായിട്ട് വരാം. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കൊള്ളുകളിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ണിന് കൊടുക്കുന്ന റെറ്റിനൽ ആർട്ടറി, അതിൽ ബ്ലോക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് സമയത്തേക്ക് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. അതായത് ഒരു കണ്ണ് പെട്ടെന്ന് പൂർണ്ണമായി ഒന്ന് ഇരുട്ടായി പോകുന്നു. പിന്നെ അത് 5-10 മിനിറ്റ് കൊണ്ട് ചിലപ്പം മാറാം. അപ്പോൾ ഇത് മറ്റൊരു ലക്ഷണമാണ്. പിന്നെ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ട്രോക്കും വാർണിംഗ് സ്ട്രോക്കും എന്ന് പറഞ്ഞ് 2 തരത്തിലാണ് നമുക്ക് ലക്ഷണങ്ങൾ കാണുന്നത്. വാർണിംഗ് സ്ട്രോക്ക് എന്നാൽ നമ്മുടെ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ 5-10 മിനിറ്റ് മാത്രം നിലനിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ഭേദപ്പെടുന്ന ഒരവസ്ഥ, അത് നമുക്ക് യാതൊരു പ്രശ്നമില്ലാതെ മാറുന്നു.
അപ്പോൾ അത് കാരണം ഉദാഹരണമായി ഒരു വശത്തെ കൈക്കോ കാലിലോ നമുക്ക് പെട്ടെന്നൊരു തളർച്ച തോന്നി, നമ്മൾ പെട്ടെന്ന് ചില ആൾക്കാർ പറയും കൈ ഇങ്ങനെ പെട്ടെന്ന് മരക്കഷ്ണം പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയെന്ന് പറയുന്നു. അല്ലെങ്കിൽ സംസാരം കുറച്ച് സമയം 5-10 മിനിറ്റ് കൊഞ്ഞിച്ച് പോയി, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാതെ പോയി എന്ന് പറയുന്നു. പിന്നെ അത് പൂർണ്ണമായിട്ടും നോർമലാവുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ വാർണിംഗ് സ്ട്രോക്ക് എന്ന് പറയും. ഈ വാർണിംഗ് സ്ട്രോക്ക് നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്ത് പറയുന്നതിനുള്ള കാരണം, ഈ വാർണിംഗ് സ്ട്രോക്ക് വരുന്ന ഏതാണ്ട് 30% ആൾക്കാർക്ക് അടുത്ത 1-2 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായിട്ടും ഉള്ള വലിയൊരു സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം രക്തക്കൊഴലുകളിലുള്ള അപാകതകളാണ് ആ വാർണിംഗ് സ്ട്രോക്ക് കാണിക്കുന്നത്. അത് താൽക്കാലികമായിട്ട് മാറുന്നത് കൊണ്ടാണ് നമ്മൾ അതൊരു മുഴുവൻ സ്ട്രോക്കായിട്ട് നമ്മൾക്ക് അത് അനുഭവപ്പെടാത്തത്. പക്ഷേ അടുത്ത ഏതു നിമിഷത്തിലും നമുക്ക് ഒരു പ്രധാന സ്ട്രോക്ക് സംഭവിക്കാം. അതിനാൽ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വേണ്ട ആശുപത്രിയിൽ പോയി അത്യാവശ്യം വേണ്ട പരിശോധനകൾ നടത്തി നമ്മൾ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം. സോ വാർണിംഗ് സ്ട്രോക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അതേപോലെ ഈ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് നിലനിൽക്കുമ്പോൾ നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നു ഒരു 15 മിനിറ്റിലോ 10 മിനിറ്റിലോ കൂടുതലുണ്ടാകും. അത് നമ്മൾ സ്ട്രോക്കായിട്ട് തന്നെ പരിഗണിക്കുന്നു. അതിന് അടിയന്തര ചികിത്സയ്ക്ക് നമ്മൾ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ഉടനടി ഒട്ടും സമയം കളയാതെ ചെയ്യുന്നു. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ തലച്ചോറിൽ സ്ട്രോക്ക് വരുമ്പോൾ അത് രക്തസ്രാവമായിക്കോട്ടെ അല്ലെങ്കിൽ ബ്ലോക്ക് ആയിക്കോട്ടെ, 2 തരത്തിലുള്ള സ്ട്രോക്ക് ആയാലും ഓരോ നിമിഷവും നമുക്ക് ഏതാണ്ട് 2 ദശലക്ഷം നാഡീകോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതായത് ഒരു രക്തക്കുഴൽ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടാതെ നമ്മുടെ വളരെയധികം പ്രവർത്തന സജ്ജമായ നാഡീകോശങ്ങൾ അനുനിമിഷം നശിച്ചുകൊണ്ടിരിക്കുന്നു. 2 ദശലക്ഷം നാഡീകോശങ്ങൾ. അതിനാൽ നമ്മളിതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം ടൈം ഈസ് ബ്രെയിൻ. അതായത് സ്ട്രോക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ നിമിഷവും ആ രോഗിക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതിനാൽ നമ്മൾ ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ സൗകര്യങ്ങളുള്ള 24 മണിക്കൂറും സ്ട്രോക്കിൻ്റെ ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരാശുപത്രിയിൽ വേണം രോഗിയെ എത്തിക്കാൻ. കാരണം മറ്റേ ആശുപത്രിയിൽ നമ്മൾ എത്തിക്കുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ പ്രൊസീജിയർ ടൈം അല്ലെങ്കിൽ ഓരോ അഡ്മിഷൻ ടെസ്റ്റുകൾ ചെയ്യുന്നതിനുള്ള സമയം നഷ്ടപ്പെടുകയും സുസജ്ജമല്ലാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാനുള്ള ഗോൾഡൻ പീരീഡ് നഷ്ടമാവുകയും ചെയ്യുന്നു. അതിനാൽ ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുന്നത് പൊതുജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് സൗകര്യമുള്ള ആശുപത്രിയിൽ ആൾക്കാരെ കൊണ്ടുപോയി നമ്മൾ കിടപ്പിലായി പോകുന്ന, ജീവിതാവസാനം വരെ കിടപ്പിലായി പോകുന്ന ഒത്തിരി പേരെ രക്ഷിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ ചെയ്യുന്നത്. അതിനാൽ ഏറ്റവും ആലോചിക്കേണ്ട കാര്യം ടൈം ഈസ് ബ്രെയിൻ എന്നുള്ളതാണ്. പിന്നെ മറ്റു ചില ലക്ഷണങ്ങൾ സ്ട്രോക്കിൽ ഉണ്ടാകാം. ഉദാഹരണമായിട്ട് ഒരു വശത്ത് പെരുപ്പുണ്ടാവുക, ഒരു കൈക്കും കാലിനും മാത്രം പെരുപ്പുണ്ടാവുക, തലകറക്കം ഉണ്ടാവുക, ഇതൊക്കെ ചിലപ്പോൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരാം. എങ്കിൽ തന്നെയും ഏറ്റവും പ്രധാന ലക്ഷണങ്ങൾ നമ്മൾ പൊതുജനങ്ങൾ എന്നുള്ള രീതിയിൽ ഓർക്കേണ്ട കാര്യം ഫാസ്റ്റാണ്. ഒരു കൈകാലിനുണ്ടാകുന്ന കുഴച്ചൽ, സംസാരത്തിലുണ്ടാകുന്ന സ്ഫുടതക്കുറവ്, സംസാരത്തിന് വാക്കുകൾ കിട്ടാതിരിക്കുക, ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടായാൽ നമ്മൾ ഉടനടി സ്ട്രോക്ക് എന്ന അസുഖമാവാം. ഇതൊക്കെ പെട്ടെന്ന് തുടങ്ങുന്നതാണ്. കാരണം നോർമലായിട്ട് നിന്നുകൊണ്ടിരുന്ന ആൾ പെട്ടെന്നാണ് ഇത് മാറുന്നത്. ഇങ്ങനെ പൊടുന്നനെ ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത് സ്ട്രോക്ക് ആണെന്ന് മനസ്സിലാക്കി നമ്മൾ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും ആ രോഗിക്ക് ഉത്തമമായിട്ട് വരിക. ഓക്കെ ഡോക്ടർ, ഈ സ്ട്രോക്കിൻ്റെ ചികിത്സയെക്കുറിച്ച് ഒരു സാധാരണ ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? സ്ട്രോക്കിൻ്റെ ചികിത്സ പ്രധാനമായിട്ടും 3 തരത്തിലാണ്. ഒന്ന്, സ്ട്രോക്ക് വന്ന രോഗിയെ നമ്മൾ അടിയന്തര ചികിത്സ നൽകി ഏറ്റവും പെട്ടെന്ന് രോഗിയെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാനുള്ള ചികിത്സ. അതാണ് സ്ട്രോക്കിൻ്റെ അടിയന്തര ചികിത്സ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. രണ്ടാമത്തേത്, സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ, പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കുന്നത് ചികിത്സയിലത്തെ വേറെ ചില കാര്യങ്ങളാണ്. അതായത് സ്ട്രോക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു, നമ്മുടെ മസ്തിഷ്കത്തിലെ പല ഞരമ്പുകൾക്കും അസുഖം വന്ന് ഡാമേജ് ആയി കഴിഞ്ഞു, ഇനി മറ്റുള്ള ചികിത്സകൾ കൊണ്ട് അതിനെ നമുക്ക് കൂടുതൽ റിക്കവറിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് സ്ട്രോക്കിൻ്റേതായ കോംപ്ലിക്കേഷൻസ്, മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. പിന്നെ സ്ട്രോക്കിൻ്റെ ഫലമായി രോഗിക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ കുറക്കുക എന്നുള്ളൊരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ അടിയന്തര ചികിത്സ കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിരോധ മാർഗങ്ങളാണ്. ഒരു രോഗിക്ക് ഒരു സ്ട്രോക്ക് വന്നെന്നിരിക്കട്ടെ, അത് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഫിസിയോതെറാപ്പിയും മറ്റു കാര്യങ്ങളും ചെയ്ത് രോഗി റിക്കവർ ചെയ്യുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സ്ട്രോക്കിൻ്റെ പ്രതിരോധ ചികിത്സയാണ്. അതായത്
ഈ പ്രത്യേക രോഗിക്ക് എന്തുകൊണ്ട് സ്ട്രോക്ക് ഉണ്ടായി, ആ കാരണം എന്താണ്, ആ കാരണം കണ്ടുപിടിച്ച് നമ്മൾ വേണ്ട രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ മറ്റൊരു സ്ട്രോക്കിൽ നിന്ന് നമുക്ക് രോഗിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു സ്ട്രോക്കിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. വേണ്ട രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ ചെയ്തില്ല എങ്കിൽ രണ്ടാമതൊരു സ്ട്രോക്ക് വന്ന് രോഗി കിടപ്പിലാവും. അതിനാൽ ഈ 3 ഭാഗങ്ങളും സ്ട്രോക്ക് ചികിത്സയിൽ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നു. നമ്മൾ ഇന്ന് കൂടുതലായിട്ടും പറയുന്നത് അടിയന്തര ചികിത്സാ രീതികളെക്കുറിച്ചാണ്. അടിയന്തര ചികിത്സാ രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ ടൈം ഈസ് ബ്രെയിൻ. നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും രോഗിയുടെ തലച്ചോറ് റിക്കവർ ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നു. അതിനാൽ നമ്മൾ സമയം ഒട്ടും നഷ്ടപ്പെടുത്തരുത്. ഇത് എല്ലാ തലത്തിലും ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. കാരണം രോഗിക്ക് അസുഖമുണ്ടെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ രോഗിയെ മറ്റ് ബന്ധുക്കളോ സഹപാഠികളോ സുഹൃത്തുക്കളോ ആശുപത്രിയിൽ എത്തിക്കുന്നുള്ളൂ. അതിനാൽ ഈ രോഗലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും പകർന്നു കൊടുക്കണം. എല്ലാവരും നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ രോഗികൾ വേണ്ട രീതിയിൽ സജ്ജമായ ആശുപത്രിയിൽ വേണ്ട സമയത്ത് എത്തുകയുള്ളൂ. അതാണ് ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ 2 തരത്തിലാണ്. സ്ട്രോക്കിൻ്റെ അടിയന്തര ചികിത്സ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഒരു CT സ്കാനോ MRI സ്കാനോ നമുക്ക് ആവശ്യമായി വരും. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് ബ്ലീഡിംഗ് ആണോ ബ്ലോക്ക് ആണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ അനന്തര ചികിത്സകൾ നമുക്ക് ഫലപ്രദമായ രീതിയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനാൽ CT സ്കാനും MRI സ്കാനും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് ഇതിൽ പ്രത്യേകിച്ച് യാതൊരു ചികിത്സയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അടിയന്തര ചികിത്സയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇവരെ ഈ സൗകര്യങ്ങൾ 24 മണിക്കൂറുള്ള സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഡോക്ടർമാർ കാണുന്നു. പിന്നെ ഇതിലൊക്കെ തന്നെ ആശുപത്രിയിലായാലും നമ്മൾ ഇതിനൊന്നും സമയം നഷ്ടപ്പെടുത്താതെ വളരെയധികം അടിയന്തര പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഒരു സ്ട്രോക്ക് രോഗിയെ പരിപാലിക്കാൻ. നമ്മൾ ഒട്ടും സമയം കളയാതെ CT സ്കാനോ MRI സ്കാനോ ചെയ്ത് ഇത് ബ്ലോക്ക് ടൈപ്പ് സ്ട്രോക്കുള്ള ആളാണെങ്കിൽ, അതായത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ ബ്ലോക്ക് വന്ന് അടഞ്ഞു പോയ ആളാണെങ്കിൽ, അത്തരത്തിലുള്ള സ്ട്രോക്ക് ആണെങ്കിൽ നമ്മൾ ആ ബ്ലോക്ക് മാറ്റാനുള്ള അടിയന്തര ചികിത്സയിലേക്ക് വേണം മുന്നോട്ട് പോവാൻ. അതിന് ഒട്ടും സമയം കളയാതെ നമുക്ക് 2 രീതിയിലുള്ള ചികിത്സാ രീതികളാണ് ഉള്ളത്. ഒന്ന്, ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് നമ്മൾ ബ്ലോക്ക് മാറ്റുന്ന രീതി, അതിനെ ത്രോംബോലൈസിസ് എന്ന് പറയുന്നു. ത്രോംബോലൈസിസ് സാധാരണ ഇഞ്ചക്ഷൻ പോലെയുള്ള ഒരു ഇഞ്ചക്ഷനാണ്. ആ ഇഞ്ചക്ഷൻ നമ്മൾ സാധാരണ ഞരമ്പിലൂടെ ഡ്രിപ്പായി കൊടുക്കുമ്പോൾ അവിടെ വന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന രക്തക്കട്ട മണിക്കൂറുകൾക്ക് അകം അലിഞ്ഞു പോവുകയും രോഗി പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട രീതി. ഇത് നമുക്ക് പല ആശുപത്രികളിലും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം CT സ്കാനും MRI സ്കാനും ഉണ്ട്, ബ്ലീഡ് ഇല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ത്രോംബോലൈസിസ് ചികിത്സാ രീതി നമുക്ക് പല ആശുപത്രികളിലും ചെയ്യാൻ പറ്റും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ വളരെ വലിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു രക്തക്കുഴൽ ആണ് ബ്ലോക്കായി പോകണമെന്നിരിക്കട്ടെ. ഉദാഹരണമായി നമ്മുടെ കരോട്ടിഡ് ധമനികളുണ്ട്. ആ കരോട്ടിഡ് ധമനി എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാധമനിയിൽ നിന്നും ഉത്ഭവിച്ച് തലച്ചോറിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കുഴലുകളാണ്. റൈറ്റും ലെഫ്റ്റും, ഇടതുവശത്തും വലതുവശത്തുമായി വളരെ ശക്തിയുള്ള വളരെ വലുപ്പമുള്ളൊരു കുഴലാണ് കരോട്ടിഡ്. ഈ കരോട്ടിഡ് ധമനിയിൽ ബ്ലോക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ ത്രോംബോലൈസിസ് മാത്രം കൊണ്ട് ആ ബ്ലോക്ക് മാറാൻ സാധ്യതയില്ല. അതിനാൽ നമ്മൾ മറ്റു ചികിത്സാ രീതിയിലേക്ക് കടക്കണം. അതിന് ഏതാണ്ട് 2013-14 അമേരിക്കയിലും മറ്റും നടത്തിയ ഒത്തിരി പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലായ കാര്യം, നമുക്ക് ഒരു കത്തീറ്ററോ സ്റ്റെൻറ്റോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ക്ലോട്ടിനെ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അത് വളരെ ആധുനികമായിട്ടുള്ള ചികിത്സാ രീതിയാണ്. അത് നമുക്ക് അമൃത ആശുപത്രിയിൽ ലഭ്യമാണ്. ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ അതിനുള്ള സംവിധാനങ്ങളുള്ളൂ. കാരണം 24 മണിക്കൂറും ഈ ത്രോംബെക്ടമി എന്നറിയപ്പെടുന്ന ഈ ചികിത്സാ രീതി, ത്രോംബസ് എന്ന് പറഞ്ഞാൽ രക്തക്കട്ട, ത്രോംബെക്ടമി എന്ന് പറഞ്ഞാൽ ആ രക്തക്കട്ട ഒരു സ്റ്റെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ അത് എടുത്തു മാറ്റുക എന്നുള്ള രീതി, അത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അതിൻ്റെ ചികിത്സാ ചെലവുകൾ കുറച്ച് കൂടുതലാണെങ്കിലും 1-1.5 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ വരുമെങ്കിലും നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും കേസുകളിൽ ആ രക്തക്കുഴൽ തുറക്കാൻ പറ്റുകയും രോഗിയുടെ തലച്ചോറിൻ്റെ പ്രവർത്തനശേഷി പുനഃസ്ഥാപിക്കാൻ പറ്റുകയും ചെയ്യാറുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അവബോധവും നമ്മൾ അറിഞ്ഞിരുന്ന് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം രോഗികളെ വേണ്ട ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുന്നു.
മാത്രമല്ല ഈ ഇനിഷ്യലായിട്ടുള്ള, അതായത് നമ്മൾ സ്ട്രോക്കിൻ്റെ അടിയന്തര ചികിത്സാ രീതിക്ക് പെട്ടെന്ന് പൈസ ആവശ്യമുണ്ടെങ്കിലും ഒരാൾ കിടപ്പിലായി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും മാനസിക നഷ്ടവും വളരെ കൂടുതലാണ്. അതിനാൽ നമ്മൾ കുറച്ച് ചികിത്സയ്ക്ക് ചിലവ് കൂടുതലാണെങ്കിൽ തന്നെയും നമ്മൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് വേണം കാണാൻ. കാരണം ഈ ബ്ലോക്ക് എടുത്തു മാറ്റാനുള്ള ഈ സംവിധാനങ്ങൾ നമുക്ക് ഇന്നുണ്ട്, അത് 24 മണിക്കൂർ ലഭ്യമാണ്. അത് നമ്മൾ ചെയ്തെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെറുപ്പക്കാരന ഒരാളുടെ കരോട്ടിഡ് ധമനി ബ്ലോക്കായി പോയെങ്കിൽ ഉടനടി ഈ ചികിത്സാ രീതി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള നോർമലായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റും. അപ്പോൾ അതിനാൽ ഈ കാര്യം നമ്മൾ വളരെയധികം അറിഞ്ഞ് ത്രോംബെക്ടമി എന്നറിയപ്പെടുന്ന കത്തീറ്റർ ചികിത്സാ രീതിയാണ്. ഇതിൽ സ്റ്റെൻറ്റാണ് ഉപയോഗിക്കുന്നത്. ഒരു സ്റ്റെൻറ്റ് സാധാരണ നമ്മൾ ഹൃദയ ധമനികളിലിടുന്ന ഒരു സ്റ്റെൻറ്റ് നമ്മൾ തലച്ചോറ് രക്തക്കുഴലുകൾ നിക്ഷേപിച്ച ശേഷം അതവിടെ പൂർണ്ണമായിട്ടും വിന്യസിക്കാതെ ക്ലോട്ടിനകത്തോട്ട് വിന്യസിച്ച് ക്ലോട്ട് അതിനുള്ളിലേക്ക് കുടുങ്ങിപ്പോവുകയും പിന്നീട് ആ സ്റ്റെൻറ്റ് കുടുങ്ങിയ സ്റ്റെൻറ്റ് നമ്മൾ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ആ അവസരത്തിൽ ആ രക്തക്കുഴലിനെ ബ്ലോക്ക് ചെയ്യുന്ന രക്തക്കട്ട സ്റ്റെൻറ്റിനുള്ളിലൂടെ നമുക്ക് വലിച്ചെടുത്ത് പൂർണ്ണമായിട്ടും പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ത്രോംബെക്ടമി എന്നറിയപ്പെടുന്ന പുതിയ ചികിത്സാ രീതി. ഇതുകൂടാതെ മറ്റൊരു ചികിത്സാ രീതി കൂടി വളരെ ഈയിടെയായിട്ട് വന്നിട്ടുണ്ട്. അത് സക്ഷൻ ത്രോംബെക്ടമി എന്നറിയപ്പെടുന്നു. ഒരു പ്രത്യേക സക്ഷൻ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ആ ക്ലോട്ട് സക്ക് ചെയ്ത് വലിച്ചെടുക്കാൻ പറ്റും. ഒരു നെഗറ്റീവ് പ്രഷർ ഉപയോഗിച്ച് ആ രക്തക്കുഴലിൽ പോയി പ്രത്യേക കത്തീറ്ററുകൾ ഉപയോഗിച്ച് ആ ക്ലോട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നു. ഇതിനെ നമ്മൾ സക്ഷൻ ത്രോംബെക്ടമി എന്ന് പറയുന്നു. ഈ മെക്കാനിക്കൽ ത്രോംബെക്ടമി ഈ 2 രീതിയിലും നമുക്ക് ചെയ്യാം. ഒരു രീതിയിൽ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ മറ്റൊരു രീതി അവലംബിക്കാം. എങ്കിലും ഈ 2 രീതികളും ചിലപ്പോൾ കമ്പൈൻഡായിട്ട് വേണ്ടി വന്നേക്കാം. എങ്കിൽ തന്നെ ഈ രോഗിക്കുണ്ടാകുന്ന മെച്ചം വളരെ കൂടുതലാണ്. കാരണം എത്ര പറഞ്ഞാലും 6 മാസം 1 വർഷം കൊണ്ട് റിക്കവർ ചെയ്താലും ഒരു രോഗിക്ക് 6 മാസം കൊണ്ടുണ്ടാകുന്ന ശാരീരിക മാനസിക സാമ്പത്തിക നഷ്ടങ്ങൾ വളരെ കൂടുതലായിരിക്കും. അതിനാൽ ഇത്തരം രോഗികളെ, വലിയ രക്തക്കുഴലുകൾ ബ്ലോക്ക് വന്ന രോഗികളെ നമ്മൾ ഇത്തരം ചികിത്സാ രീതികൾക്ക് റെഫർ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഡോക്ടർ, ഇതിനുള്ള പ്രധാന പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമാണ്? സ്ട്രോക്കിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് സ്ട്രോക്കിൻ്റെ കാരണങ്ങൾ, ആ കാരണങ്ങൾ നമ്മൾ ഒന്ന് ഒഴിവാക്കുക. ജീവിതശൈലി രോഗങ്ങളുണ്ടെങ്കിൽ ആ ജീവിതശൈലി രോഗങ്ങൾ ഫലപ്രദമായി ചികിത്സിക്കുക. വേണ്ട രീതിയിലുള്ള വ്യായാമം, ആരോഗ്യപരമായ ഭക്ഷണരീതി എന്നിവ ചെയ്യുക. ഒരിക്കൽ സ്ട്രോക്ക് വന്ന ആളാണെങ്കിൽ രണ്ടാമത് സ്ട്രോക്ക് വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ചെയ്യുക. ഉദാഹരണമായി രക്തം അലിയിപ്പിക്കാനുള്ള മരുന്നുകൾ, ആസ്പിരിൻ ഗുളിക, ക്ലോപ്പിഡോഗൽ ഗുളിക, കൊളസ്ട്രോൾ കൂടിയാൽ കൊടുക്കുന്ന അറ്റോർവാസ്റ്റാറ്റിൻ എന്നുള്ള മരുന്ന്, ഇത്തരം മരുന്നുകൾ വളരെ പതിവായി കഴിക്കുക. വേണ്ട രീതിയിൽ ഡോക്ടറെ വേണ്ട രീതിയിലുള്ള ചെക്കപ്പുകൾക്ക് നമ്മൾ പോവുക. ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് സ്ട്രോക്കിന് ഫലപ്രദമായി പ്രതിരോധിക്കാൻ പറ്റും. അടിയന്തര സ്ട്രോക്ക് ചികിത്സയും ആധുനിക രീതികളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്ട്രോക്ക് വിഭാഗം തലവൻ ഡോക്ടർ വിവേക് നമ്പ്യാരാണ്. ഡോക്ടർ വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേള. ജീവിതം തന്നെ ദുഃഖമായവർക്ക് സാന്ത്വനമായി ജീവിതം ചോദ്യചിഹ്നമായവർക്ക് ഉത്തരമായി, ജീവിതം വഴിമുട്ടിയവർക്ക് വഴികാട്ടിയായും ആശ്രയമായും. കഥയല്ലത് ജീവിതം. 1500 എപ്പിസോഡുകൾ പിന്നിട്ടു. 7 വർഷമായി ജൈത്രയാത്ര തുടരുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30. ഗർഭാവസ്ഥയിൽ വിറ്റാമിൻ ഇയുടെ കുറവ് അനുഭവപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തിൽ വ്യതിയാനമുണ്ടാകുന്നുവെന്ന് പഠനം. അമേരിക്കയിലെ ഒറിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ. സീബ്ര ഫിഷിൽ നടത്തിയ പഠനത്തിൽ വിറ്റാമിൻ ഇയുടെ കുറവുണ്ടായാൽ തലച്ചോറിലെ കോശങ്ങളുടെ വളർച്ചയ്ക്കാവശ്യമായ കോലിൻ, ഗ്ലൂക്കോസ് തുടങ്ങിയ ഘടകങ്ങളുടെ അഭാവം കണ്ടെത്തി. ഇവയുടെ അസാന്നിധ്യത്തിൽ തലച്ചോറിന്റെ വളർച്ച മന്ദീഭവിക്കുമെന്നും ഗവേഷകർ പറയുന്നു. രാവിലെ കൂടുതൽ ആഹാരം കഴിക്കുന്നത് പൊണ്ണത്തടി കുറയ്ക്കുമെന്ന് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ. പ്രഭാതത്തിൽ പ്രോട്ടീനും നാരുകളും ധാരാളം അടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുക
എന്നതാണ് ഗവേഷകർ പറയുന്നത്. പ്രഭാതത്തിലെ ഭക്ഷണമാണ് ഒരു ദിവസത്തെ ഏറ്റവും പ്രധാന ഭക്ഷണമെന്നും പ്രാതൽ ഒഴിവാക്കുന്ന ഒരാൾ അമിതഭാരത്തിലേക്കാണ് നീങ്ങുന്നതെന്നും പഠനം വ്യക്തമാക്കുന്നു. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. വിഷാദരോഗത്തിനും ഉത്കണ്ഠയ്ക്കുമുള്ള പുതിയ മരുന്ന് കണ്ടുപിടിച്ച് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. രാവിലെ കൂടുതൽ ആഹാരം കഴിക്കുന്നത് പൊണ്ണത്തടി കുറയ്ക്കാനാകുമെന്ന് ആരോഗ്യമേഖലയിലെ വിദഗ്ധർ. ഗർഭാവസ്ഥയിൽ വിറ്റാമിൻ ഇയുടെ കുറവ് അനുഭവപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തിൽ വ്യതിയാനമുണ്ടാകുന്നുവെന്ന് പഠനം. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrutatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrutatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.